നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂളിലെ ടീച്ചർ ഓണം ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമാണ്, നമ്മൾ മുസ്ലിങ്ങൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സ്വകാര്യമായ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ആ ടീച്ചറെ ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ജോലി താൽക്കാലികമായി ഇല്ലാതായിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എൻ്റെ ജില്ലയിൽപ്പെട്ട ഒരു സ്കൂളാണ്. ഏകദേശം ആ ഒരു സ്കൂളിൻ്റെ അവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ അകലെ മാത്രമേ എൻ്റെ വീട്ടിലേക്കുള്ളൂ. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആ ടീച്ചറെയാണ്. 100% ആ ടീച്ചറെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ടീച്ചറോട് എനിക്കൊരു കാര്യം പറയാനുമുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. ഇനി ഞാൻ ഈ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വലിയൊരു മുസ്ലിം സ്നേഹിയാണ്, മുസ്ലിങ്ങളാണ് എന്നെ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ മുസ്ലിങ്ങളെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഉണ്ടാവും. എനിക്ക് അവരോടൊന്നും പറയാനില്ല. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോകൾ എടുത്തു പോയി നോക്കുക. മുസ്ലിങ്ങളെ നല്ല രീതിയിൽ വിമർശിച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ വിമർശിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹിന്ദുക്കളുടെ എല്ലാവിധ ജാതിയിൽപ്പെട്ട ആളുകളെ ജാതി പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളുമായിട്ടൊന്നും വരരുത് എന്ന് ആദ്യം തന്നെ പറയാം. ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് വരാം. ടീച്ചർ പറഞ്ഞത് ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ് എന്നാണ്. 100% ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ 90 കിഡ്സാണ്, നിങ്ങൾ 90 കിഡ്സ് ഒന്നും അറിയില്ല. അപ്പോൾ ഈ 90 കിഡ്സുള്ള ആളുകൾ ഓണം എന്ന് പഠിച്ചത് മാവേലി തമ്പുരാൻ, അസുരനായ ഒരു മാവേലി അദ്ദേഹത്തിനെ ദേവനായ വാമന തലയിൽ ചവിട്ടുന്നു, അതിനൊക്കെ ഭാഗമായിട്ടാണ് ഓണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം പൂക്കളിടുന്നു. ആ 10 ദിവസത്തിൽ ആചരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈന്ദവ മതാചാരത്തിനനുസരിച്ചിട്ടാണ്. അതിൽ ഇന്നത്തെ ദിവസം ഇപ്പൊ ഒന്ന് വിനായക ചതുർത്ഥിയാണ് ഗണപതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ തിരുവോണത്തിന് നമ്മൾ തൃക്കാക്കര അപ്പനെ വെക്കുന്നു, നാളികേരം വെട്ടുന്നു, തുറന്നു വെക്കുന്നു, അതിനകത്ത് ഇനി നെക്സ്റ്റ് ഓണമുണ്ടോ എന്ന് നോക്കുന്നു. ഇതൊക്കെ എന്താണ്? ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇനി ഒരു 5 കൊല്ലം കൂടി മോദി സർക്കാർ ഭരിക്കുകയാണെങ്കിൽ ഈ ഓണം എന്നുള്ളത് വാമന ജയന്തിയാക്കി മാറ്റും, അല്ലെങ്കിൽ വാമന ജയന്തി എന്ന് ഇനി അറിയപ്പെടും. അങ്ങനെയാണ് RSS അജണ്ട. കാരണം വാമനൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു. അപ്പൊ വാമന ജയന്തിയാണ് ഓണം എന്ന് പറഞ്ഞ് ആഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ടീച്ചർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളതും മനസ്സിലാവുന്നില്ല. കാരണം വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഒരു മുസ്ലിങ്ങളെ എടുത്തു നോക്കുക. ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ സംഘകാലം മുതലേ മുസ്ലിങ്ങൾ കച്ചവടത്തിന് വന്നതാണ് ഇന്ത്യയിൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എപ്പോഴും ഒരു കച്ചവടക്കാരനാണ് ആര്? മുസ്ലിങ്ങൾ. അപ്പൊ ഈ മുസ്ലിങ്ങളുടെ ഈ ഒരു കച്ചവടത്തിൽ തന്നെ കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചക്കപടമാണ്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ശ്രീ മമ്മൂട്ടിയിലേക്ക് പോകേണ്ടതുണ്ട്. മമ്മൂക്ക ഒരു സിനിമയുടെ ഭാഗമായിട്ട്, അതായത് സേതുരാമയ്യർ എന്ന് പറയുന്ന സിനിമ, അതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം SN സ്വാമി എഴുതിയപ്പോൾ മമ്മൂക്ക അത് വായിച്ചിട്ട് പറഞ്ഞത്, അപ്പൊ അതിന്റെ കഥാപാത്രം ഒരു മുസ്ലിയ നാമമായിരുന്നു ആ ഒരു കഥാപാത്രത്തിന്. അപ്പോൾ മമ്മൂക്ക അത് വായിച്ചിട്ട് പറഞ്ഞത്, വേണ്ട, ഇതിലെ നായകൻ വളരെ സത്യസന്ധനും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരിക്കലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാള് അങ്ങനെയല്ല, അതുകൊണ്ട് നമുക്കിത് മാറ്റാം, അയ്യർ നാക്കാം. അങ്ങനെയാണ് സേതുരാമ അയ്യർ എന്ന് പറയുന്ന ആ സിനിമ വരുന്നത്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഈ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഈ ഹിന്ദുക്കൾ കൂടുതലുള്ള ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഇവിടെ കച്ചവടമായി ബന്ധപ്പെട്ടിട്ട് ഈ ഓണമായി ആഘോഷിക്കപ്പെടുന്ന കാര്യങ്ങളിലെ സമയങ്ങളിൽ കൂടുതൽ കച്ചവടം ഉണ്ടാവുകയും അങ്ങനെ കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണം എല്ലാവരുടെ ഓണമായി മാറുന്നത്. മാത്രമല്ല ഓണാഘോഷമായി ബന്ധപ്പെട്ട കളികൾ, അത് വള്ളംകളി ഉണ്ട്, അതുപോലെ തന്നെ കമ്പവലി, അങ്ങനെ കസാരക്കളി, അങ്ങനെ ഒരുപാട് കളികളുണ്ട്. ഈ കളികളൊക്കെ തന്നെ ഓണത്തിന്റെ ഭാഗമായി നടക്കുമ്പോൾ അവിടെ ഒരു ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും അത് ആഘോഷിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വിധത്തിലുള്ള ഒരു മതത്തിൻ്റെ ആണോ എന്നുള്ള രീതിയിലൊന്നുമല്ല നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതിപ്പോൾ പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും സെലിബ്രേഷന്റെ ഭാഗമായിട്ടൊരു കാര്യം എല്ലാവരും കൂടി ആഘോഷിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമ്മളെല്ലാവരും അവിടെ ഒന്നും നോക്കാതെ തന്നെ ആഘോഷം നടത്താറുണ്ട്. പക്ഷെ ബേസിക്കലി എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത് എന്ന് വരുമ്പോൾ
ഓണം നോക്കുമ്പോൾ ഈ ഒരു വാമന ജയന്തിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഓണം തീർച്ചയായിട്ടും ഹിന്ദുക്കളുടേതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ടീച്ചർ ഇവിടെ പറഞ്ഞത് ഒരു സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മക്കളെ നിങ്ങൾ എങ്ങോട്ട് പോകരുത് എന്നല്ല. അവർ പറഞ്ഞത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അത് കുട്ടികളോടല്ല അവർ ഇൻജെക്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അവരുടെ മാതാപിതാക്കളോടാണ്. അവർക്കറിയാം ഇത് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം അവർക്കുണ്ടാവും. ഇനിയിപ്പോൾ അത് കുട്ടികളോട് പറയാണ് നിങ്ങൾ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിന് പോവരുത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ പോവാതിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു നല്ല സെലിബ്രേഷൻ ആണെങ്കിൽ ഇനി അവരുടെ ഉപ്പയല്ല ഉപ്പുപ്പ വന്ന് പറഞ്ഞാലും കുട്ടികൾ പോവാതിരിക്കില്ല. അവർ അവിടെ ആഘോഷത്തിന്റെ ക്രൈസ് അനുസരിച്ചിട്ട് കുട്ടികൾ പോകും. അതൊന്നും തടയാൻ വീട്ടുകാർക്ക് കഴിയുമോ എന്നും തോന്നുന്നില്ല. ഇനി ഈ ടീച്ചറോട് മാത്രമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ടീച്ചറെ, നിങ്ങൾ ആ ഗ്രൂപ്പിനെ വിശ്വസിച്ചിട്ടാണല്ലോ ഇത് പറഞ്ഞത്. നിങ്ങൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഒന്ന് നോക്കണം. അതിൽ ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിന്റെയോ പലചരക്ക് കടക്കാരുടെയോ പലചരക്ക് കടയോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, സൂപ്പർ മാർക്കറ്റും പലചരക്ക് കടയോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നിങ്ങളെ ഈ പാര വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല. അത് ചോർത്തി കൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. അവർക്ക് ഇട്ടിട്ട് ദൈവം എന്തായാലും ഒരു പണി കൊടുക്കും. കാരണം ഇതുപോലത്തെ ഹിന്ദു സംഘടനകളിലായിട്ട് എത്രയോ ഗ്രൂപ്പുകളുണ്ട്. അവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു വലിയൊരു അനുഭവം ഉണ്ട്. ഒരു ഹിന്ദു സംഘടനയുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഞാൻ കുറെ അമ്പലങ്ങളുടെ വീഡിയോ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവർക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഈ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒരാളുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കണം എന്ന് തോന്നി. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് നേരിട്ട് വിളിച്ചു. എന്തോ എൻ്റെ ഫോണിന്റെ അവരുടെ കോളർ ടൂണിൽ തെളിഞ്ഞത് അജാസ് എന്നാണ്. അതുകൊണ്ട് അവർ ഫോൺ എടുത്തില്ല. ഞാൻ ചോദിച്ചു എന്താണ് ചേട്ടാ ഇത് ഫോൺ എടുക്കാത്തതെന്ന്. അല്ല, നിങ്ങളുടെ ഒരു മുസ്ലിം നാമമാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. അല്ല, എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഹിന്ദു ആണ് എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് സംസാരിച്ചു. അപ്പൊ അവർക്ക് ഈ മുസ്ലിം നാമധേയം കാണുന്നതിന് അലർജിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ പലരും പല ഗ്രൂപ്പിൽ അവിടെയൊക്കെ പറയുന്ന സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും അത് ചോർത്തി കൊടുത്താൽ അത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങളായിട്ട് മാറും. പക്ഷെ അതൊന്നും ആരും ചെയ്യാറില്ല. അപ്പൊ ടീച്ചറോട് ആരോ ദേഷ്യമുള്ള ആ ഒരാള് ഇത് ചോർത്തി കൊടുത്തവനാണ് ഈ ലോകത്തെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ചെറ്റ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ഉള്ള ആളുകളെ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഏറ്റവും വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. നോർമലി ഒരാൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. എന്തായാലും അതൊന്നും വലിയ രീതിയിൽ നിങ്ങൾ ഒരു ടീച്ചർ പറഞ്ഞുകൊണ്ട് അത് പ്രാവർത്തികമാവാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നടക്കില്ല കേരളത്തിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം കേരളം അത്രയും മതസൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു സംസ്ഥാനമാണ്. അത്രയും കച്ചവടങ്ങൾ പരസ്പരം നമ്മൾ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ അവിടെ അത്ര വലിയ കാര്യത്തിൽ വിള്ളലേൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ടീച്ചറെ സസ്പെൻഡ് ചെയ്തു. ആരാ സസ്പെൻഡ് ചെയ്തത്? പിണറായി വിജയന്റെ സർക്കാരാണ് സസ്പെൻഡ് ചെയ്തത്. ഈ പിണറായി വിജയൻ എപ്പോഴും RSSന് കൂട്ടായി നിൽക്കുന്ന ആളാണ് എന്നതാണ് ഈ ഒരു കാര്യം കൊണ്ടും നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് പറയാനുള്ളത്. ഒരാളുടെ ജോലി കളയുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അവര് അത്രയും പബ്ലിക്കായിട്ടല്ല അത് പറഞ്ഞത് എന്നുള്ളതും നമ്മൾ ഓർക്കണം. എന്തായാലും ഓണം എല്ലാവരുടെയും ആഘോഷമാണ്. ബേസിക്കലി ആഘോഷിക്കുന്നത് വേറെ, മറ്റുള്ള രീതിയിൽ നോക്കുമ്പോൾ ഓണം എന്ന് പറയുന്നത് പൊതുവെ മലയാളികളുടെ ദേശീയ ഉത്സവമായിട്ട് നിൽക്കട്ടെ, അതെല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്നതാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.